ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തുന്നു. ആ പ്രക്ഷോഭം പിന്നീട് ഒരു കലാപമായി മാറുന്നു. 100ഓളം പേർ കൊല്ലപ്പെടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അവാമി ലീഗ് ഇടപെടുന്നു. അവാമി ലീഗ് പ്രക്ഷോഭകരെ തടയാൻ ശ്രമിക്കുന്നു. പ്രക്ഷോഭകരും എന്ന് അവാമി ലീഗിൻ്റെ ഓഫീസ് കത്തിക്കുന്നു. ചുരുക്കത്തിൽ എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ബംഗ്ലാദേശിലെ സമരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ, എനിക്ക് തോന്നുന്നു, മലയാളത്തിലെ ഒരു വിഷ്വൽ മീഡിയ എന്നുള്ള നിലയിൽ ബംഗ്ലാദേശിലെ സമരത്തെ, അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ ഗൗരവമായി കണ്ട ഒരു മീഡിയയാണ് നമ്മൾ. അതിപ്പോൾ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. ബംഗ്ലാദേശിലെ സമരത്തിൻ്റെ അടിത്തറ ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ഒരു അടിസ്ഥാന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, സംവരണം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സംവരണമുള്ളത് പിന്നോക്ക സമുദായങ്ങൾക്ക്, പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, അങ്ങനെയാണ്. മനുഷ്യൻ്റെ പിന്നോക്കാവസ്ഥയെ, സാമുദായികമായ പിന്നോക്കാവസ്ഥയെ പരിഗണിച്ചും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയെ പരിഗണിച്ചും ഒക്കെയാണ്. പിന്നോക്കാവസ്ഥയാണ് സംവരണത്തിൻ്റെ മാനദണ്ഡം. ബംഗ്ലാദേശിലെ സംവരണം അങ്ങനെയല്ല. ബംഗ്ലാദേശിലെ സംവരണം, ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവരണം, ഒന്നാമത് ബംഗ്ലാദേശിലെ 56% സംവരണമാണ്. ഓപ്പൺ കോട്ടയിൽ അപേക്ഷിക്കുന്ന കോമ്പീറ്റൻ്റായ കുട്ടികൾക്ക് കിട്ടേണ്ട പോസ്റ്റുകൾ 56% സംവരണത്തിൻ്റെ വകയിൽ പോവുകയാണ്, പല വകയായിട്ട്. അതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സംവരണം, ഏറ്റവും അന്യായമെന്ന് തോന്നുന്നൊരു സംവരണം, ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അനന്തരാവകാശികൾക്ക് കാലാകാലവും 30% സംവരണം. എന്നാലോചിച്ച് നോക്കൂ. 1971 ബംഗ്ലാദേശ് വിമോചന സമരം എന്ന് പറഞ്ഞാൽ അറിയാലോ, പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരാനുള്ള ബംഗ്ലാദേശിൻ്റെ പ്രക്ഷോഭം. ആ പ്രക്ഷോഭം നേതൃത്വം നൽകി എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? അതിന് ഇന്ത്യ പിന്തുണച്ചു. സത്യത്തിൽ അവർക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല, അവർ പ്രക്ഷോഭം കൂട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ത്യയെപ്പോലെ ഒരു ശക്തമായ രാജ്യം ബംഗ്ലാദേശിൻ്റെ പക്ഷത്ത് പാകിസ്ഥാനെതിരായി രംഗത്ത് വന്നതുകൊണ്ട് അതിവേഗത്തിൽ ആ സമരം ജയിച്ചു. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പക്ഷേ 1971 തൊട്ട് 2018 കോടതി ഇടപെടുന്നത് വരെ, അപ്പോൾ എത്ര കൊല്ലമായി എന്നാലോചിച്ച് നോക്കൂ. ഏതാണ്ട് 50 കൊല്ലത്തോളം ഈ സംവരണം നിലനിന്നു. അതുകൊണ്ട് ആരാണ് ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ? അന്നത്തെ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ, ഇദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ, ഷെയ്ഖ് ഹസീനയുടെ അച്ഛൻ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പാർട്ടിയാണ് ഈ അവാമി ലീഗ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും അവരുടെ അനന്തരാവകാശികൾക്കും എന്ന് പറഞ്ഞാൽ തലമുറ കൈമാറി അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മേജർ പോർഷൻ അവാമി ലീഗിന് പോകും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കയറിയാൽ മതി. കൃത്യമായ പൊളിറ്റിക്കൽ റിസർവേഷനാണ്, രാഷ്ട്രീയ സംവരണമാണ്. അത് ലോകത്തിലെവിടെ ഇല്ലാത്തതാണ്, ആരും അനുവദിക്കാത്തതാണ്. ഒരു 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 പ്രത്യേക ഘട്ടത്തിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി എന്നാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർക്ക് മുഴുവനും ജോലി കൊടുക്കേണ്ടി വരില്ലേ? കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെ ലേബലിലാണല്ലോ സമരം നടന്നത്. ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും കാലാകാലം, കോൺഗ്രസ്സുകാർക്കും അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അങ്ങനെ സംവരണം കൊടുക്കാൻ പോയാൽ, അത് 30% സംവരണം കൊടുക്കാൻ പോയാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ രാഷ്ട്രീയ സംവരണം ലോകത്തിലെ ഒരു രാജ്യത്തും ഇല്ലാത്തതാണ് പാകിസ്ഥാനിൽ. അത് ബംഗ്ലാദേശിൽ വന്നു. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു 2018 കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. എന്ന് വെച്ചാൽ വലിയ പ്രക്ഷോഭം വന്നപ്പോഴാണ്. അന്നും പ്രക്ഷോഭമുണ്ട്. യുവജനങ്ങൾക്ക് ഉറപ്പല്ലേ? തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ ഭാവി തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികളാണ്. അവർ പഠിച്ച് കോമ്പീറ്റൻ്റ് ആയിട്ട് വരികയാണ്. പഠിച്ച് പരീക്ഷ എഴുതി എല്ലാ മത്സര പരീക്ഷകളിലും ജയിച്ച് മുന്നിട്ട് വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ അവർ താഴോട്ട് തള്ളിപ്പോകും. എന്താ കാരണം വെച്ചാൽ മരമണ്ടന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ഈ അവാമി ലീഗിൽ, പ്രത്യേകിച്ച് അതിനുവേണ്ടി അവാമി ലീഗിൽ വരും. ഇപ്പം എത്ര കാലമായി ഷെയ്ഖ് ഹസീനെ ഭരിക്കുന്ന ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ ഭരണത്തിൻ്റെ ഒരു കുത്തക നിലനിർത്തുന്നത് ഇങ്ങനെയാണ്. അവാമി ലീഗിൽ ചേർന്നാൽ പിന്നെ ജീവിതം കൂടി സേഫായി, ഈസി ആയിട്ട് സംവരണ കോട്ടയിൽ ജയിച്ചു പോകാം. അങ്ങനെ അവാമി ലീഗ് നിലനിർത്തിക്കൊണ്ടുപോയത് ഈ സംവരണത്തിൻ്റെ ഒരു ഘടകം അതുകൂടിയാണ്. പിന്നെ മുജീബ് റഹ്മാൻ്റെ മോളാണ് ഷെയ്ഖ് ഹസീന. താരതമ്യേന ഈ നന്നായി ഡിപ്ലോമസിയോടുകൂടി ഭരിക്കുന്ന ഒരാളുമാണ്. അങ്ങനെയാണ് ഇത്രയും കാലം നിലനിന്ന് വന്നത്. 2018 പ്രക്ഷോഭം വളരെ ശക്തിപ്പെട്ടപ്പോൾ അവിടുത്തെ സുപ്രീം കോടതി, ബംഗ്ലാദേശ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് അത് സ്റ്റേ ചെയ്തിട്ട് അപ്പോൾ അതിനെതിരായി ആര്? അവാമി ലീഗും കൂട്ടരുവയസ്സിൻ്റെ സമരം. ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരാണല്ലോ. അപ്പോൾ അവരായി പ്രക്ഷോഭം. പക്ഷേ 2018 ശേഷം ഇപ്പോൾ കോടതി, ഈ കഴിഞ്ഞ മാസം കോടതി ഇടപെട്ടു. അപ്പം മുതലാണ് പ്രക്ഷോഭം തുടങ്ങിയത്. കോടതി ഇടപെട്ടു, അന്തിമമായ തീർപ്പ് കൽപ്പിച്ചു. അന്ന് സ്റ്റേ ആണ് 2018. ഇത് ഗൗരവമായി കോടതി പരിഗണിക്കും, പ്രശ്നം പഠിക്കും, ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയക്കും, എന്നിട്ട് വിചാരണ ചെയ്തിട്ടൊരു തീരുമാനമെടുക്കും. ഇപ്പോൾ വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഈ സംവരണം, ഇത്ര ഹ്യൂജായിട്ടുള്ള വലിയ സംവരണം, 30% സംവരണം, പണ്ട് 50, ആലോചിച്ച് നോക്കൂ,
കൊല്ലം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഒരു കാരണവശാൽ ഈ സംവരണം ന്യായമല്ല. ഇനി കൂടി വന്നാൽ അങ്ങനെ അത്ര ഡിസർവിംഗ് ആയിട്ടുള്ള വളരെ പ്രോമിനൻ്റ് ആയ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ ഗാന്ധി കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ, ഗാന്ധിയുടെ മക്കളോ വരുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്ന പോലെ വളരെ പ്രോമിനൻ്റ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടി വന്നാൽ 5% സംവരണമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വിധി വന്നു. ആ വിധി മുതലാണ്. അപ്പോൾ അവാമി ലീഗ് അല്ല സമരം ചെയ്യുന്നത്. അപ്പുറത്ത് എല്ലാ പ്രതിപക്ഷ സംഘടന BNP ഉൾപ്പെടെയുള്ള, BNP എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതാരാന്ന് വെച്ചാൽ മറ്റേവരുടെ പ്രതിപക്ഷ പാർട്ടിയാണ് അവിടുത്തെ. ഈ ഷെയ്ഖ് ഹസീനയുടെ എതിരാളി മുഖ്യ പ്രതിപക്ഷം, എന്തായാലും അവരാണ് അത് നയിച്ചത്. അപ്പോൾ അവരായി പ്രക്ഷോഭം, രണ്ടായാലും പ്രക്ഷോഭം തന്നെ. അങ്ങനെ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ട് ഇപ്പോൾ സമരം നടക്കുന്നത് രണ്ടു കൂട്ടരും ചേർന്ന. ഒരു ഘട്ടത്തിൽ അവാമി ലീഗ്, ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ BNP സമരം ചെയ്തു, അടുത്ത ഘട്ടത്തിൽ അവാമി ലീഗ് സമരം ചെയ്തു. ഇപ്പോൾ രണ്ടു കൂട്ടരും സമരത്തിലാണ്, എന്ന് വെച്ചാൽ തെരുവിൽ ഏറ്റുമുട്ടുക. അവാമി ലീഗ് ചെയ്യുന്നത് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരെ പട്ടാളത്തിൻ്റെ കൂടെ ചേർന്ന് പോലീസ് നേരിടുമ്പോൾ പോലീസിൻ്റെ കൂടെ അവാമി ലീഗും ചേർന്ന് അടിക്കുകയാണ്. ഭീകരമായ കലാപത്തിലേക്ക് പോയി, നാട് കൈവിട്ടു പോയി. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 100ഓളം പേര്, ഇപ്പൊ 100 എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ കണക്ക് ഔദ്യോഗിക കണക്കാണ്. അത് ഒന്നും ആവാൻ സാധ്യതയില്ല, അതിലേറെ വരും. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കണക്ക് ശരിയാവണമെന്നില്ല. എന്തായാലും ഇപ്പോൾ 100 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ഔദ്യോഗികമായ വാർത്താ ഏജൻസി, ബംഗ്ലാ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ 100 പേര് കൊല്ലപ്പെട്ടതിൽ 15 പേര് പോലീസുകാർ. ആലോചിച്ചു, 15 പോലീസുകാരൊക്കെ ഒരു പ്രക്ഷോഭത്തിൽ അത്ര എന്താ കാരണം പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട ഈ കലാപ കേന്ദ്രങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ച പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അത് സ്വാഭാവികമായും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്ഷോഭം കൂടുതലാണ്, അല്ലെങ്കിൽ എടുത്തിയാട്ടം കൂടുതലായിരിക്കും. മാത്രമല്ല വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളെല്ലാം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, ഇന്റർനെറ്റ് സേവനങ്ങൾ തടയപ്പെടുന്നു. അപ്പോൾ ഒരു അടിച്ചമർത്തൽ രീതിയിലേക്ക് ഭീകരമാണ്. ഒന്ന്, അടിയന്തരാവസ്ഥ വന്നിരിക്കുന്നു, 3 ദിവസത്തെ കർഫ്യൂ. 3 ദിവസം ഒരു രാജ്യം കർഫ്യൂ ഏർപ്പെടുത്താന്ന് പറഞ്ഞാൽ ആലോചിച്ച് ഒരു ഉറുമ്പിന് പുറത്തിറങ്ങാൻ പറ്റില്ല. വളരെ ദയനീയമായിരിക്കും. നമ്മൾ കണ്ടതാണ് ചില കലാപ്രദേശങ്ങളൊക്കെ ഇന്ത്യയിൽ. പിന്നെ ഈ ഭീകരവാദി എന്ന് വിളിക്കുന്നത് എല്ലാ ഭരണകൂടങ്ങളുടെ രീതിയാണ്. ഭരണകൂടത്തിനെതിരായി ആരെങ്കിലും പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ ഉടനെ അവനെ ഭീകരവാദി എന്ന് വിളിക്കും, രാജ്യദ്രോഹി എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. അത് ഇവരൊക്കെ ലോകത്തിൽ നിന്ന് പഠിക്കുന്നവരാണല്ലോ, അവരെ ആ പഠനം നടത്തുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. കാരണം ഇപ്പോൾ ഈ രണ്ടു കൂട്ടരും തമ്മിൽ, ബംഗ്ലാദേശിലെ നിയമങ്ങൾ ഇന്ത്യയെ പോലെ അത്ര കർശനമല്ല. എന്താണ് അന്തിമമായ നടപടി എന്ന് എനിക്ക് വരാൻ പോകുന്നത്. എന്തായാലും നിർണായകമായ ഒരു ദിവസത്തിലൂടെ, ഒരു ഘട്ടത്തിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും കുറേ അനുബന്ധ സംഘടനകളും പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രത്യക്ഷമായിട്ട് പോലീസിനെ നേരിടാൻ പോകുന്നു. പോലീസിൻ്റെ കൂടെ അവാമി ലീഗ് ചേർന്നിട്ട് ഇവരെ തിരിച്ചു. അത് തെരുവിൽ യുദ്ധം നടക്കുക, സിവിലിയൻ വാർ. കൃത്യമായിട്ട് ഈ പൗരന്മാർ തമ്മിൽ യുദ്ധം നടക്കുക. എന്നിട്ട് അത് നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. പോലീസ് നിയന്ത്രിക്കാൻ ചെല്ലുമ്പോൾ പോലീസിന് നേരെ ആക്രമണം നടക്കുക, എന്നിട്ട് പോലീസ് സ്റ്റേഷനുകൾ തകർക്കുക. എല്ലാ നിലയും വിട്ട പോക്കാണ് ബംഗ്ലാദേശിൽ പോകുന്നത്. ഇപ്പോൾ ഈ അവാമി ലീഗ് ഇങ്ങനെ ചെയ്തതുകൊണ്ടാകും വിദ്യാർത്ഥികളടക്കമുള്ള പ്രക്ഷോഭം. ഒരു 50ഓളം അവാമി ലീഗിൻ്റെ ഓഫീസുകൾ തല്ലി തകർത്തു, പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്തു. നേരത്തെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നടന്ന സമരത്തിൽ ഈ പ്രക്ഷോഭകർ എന്നിട്ട് ജയിലിൽ ചെന്നിട്ടാണ്, ജയിൽ തുറന്നിട്ട് പ്രതികളെ. അവർ ഈ പറഞ്ഞ പ്രിവിലേജ് ഉണ്ട് അവർക്ക് അവിടെ. ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ് അവാമി ലീഗ്. അവാമി ലീഗ് പതിറ്റാണ്ടുകളായിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം. അവർക്ക് പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് എടുത്ത് അത് തകരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ പ്രിവിലേജ് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആദിയാണ് അവർക്ക്. അതുകൊണ്ട് അവാമി ലീഗ് സകല പ്രതിപക്ഷ പാർട്ടികളെയും ആക്രമിക്കുന്നു, ഓഫീസുകളെ ആക്രമിക്കുന്നു. അങ്ങനെ ഈ അപ്പുറത്ത് ഇവർ ചെന്നിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു. BNPയും കൂട്ടരും. ഇതാണ് നടക്കുന്നത്. എല്ലാ നിലയും വിട്ടു പോയിരിക്കുന്നു. എനിക്കറിയില്ല ആരൊക്കെ ഇടപെടുന്നു, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ഏജൻസികളൊക്കെ ഇടപെടേണ്ട സമയമായി. UN ഇടപെടാൻ സാധ്യതയുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. ഒരു പക്ഷേ ആ കലാപത്തിൻ്റെ ദുരന്തങ്ങൾ ലോകം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ഡെത്ത് ടോൾ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. മരണസംഖ്യ മാത്രമേ നമ്മൾ അറിയുന്നു, അതുപോലെ ഔദ്യോഗിക കണക്കാണ്. അപ്പോൾ അതുകൊണ്ട് ബംഗ്ലാദേശ് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ത്യക്കാരായ നിരവധി കച്ചവടക്കാരുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കച്ചവടം ചെയ്യുന്നവരുണ്ട്, അല്ലാതെ കച്ചവട ബന്ധം പുലർത്തുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടക്കാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി പറയുന്നു. അപ്പോൾ ഇന്ത്യൻ എംബസി അങ്ങനെ ഒരു നിർദ്ദേശം നൽകണമെങ്കിൽ പിടിവിട്ടുപോയി കാര്യങ്ങളൊന്നും ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കി. അത്ര രൂക്ഷമാണ് സാഹചര്യം, ആരുടെയും നിയന്ത്രണത്തിലല്ല. എന്ന് വെച്ചാൽ നിയമവാഴ്ച ബംഗ്ലാദേശിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ വകുപ്പ് മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ആ മുന്നറിയിപ്പ്. കാരണം ധാരാളം പേരുണ്ട്.
നമുക്കറിയാലോ കൽക്കത്ത ഡാക്ക എന്ന് പറയുന്നത് ഈ ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴക്കോ തിരുവനന്തപുരത്തേക്കോ പോകുന്ന പോകുന്നേ ഉള്ളൂ. മാത്രമല്ല അവർക്ക് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് വരാനും പോകാനും ഒക്കെയുള്ള കുറച്ച് ഉദാരമായ വ്യവസ്ഥയുണ്ടെന്ന് തോന്നുന്നു. കാരണം അവർ സഹോദരങ്ങളായി ജീവിച്ചവരാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ബംഗ്ലാദേശികളുടെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്. നമ്മളങ്ങനെ ഒരു ജനതയെ, ഒരു ദേശത്തെ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്ത് പല രാജ്യങ്ങളിലും ഈ ബംഗാളികളെന്ന് അവരെ വിളിക്കുന്നത് ബംഗ്ലാദേശികളാണ്, നമ്മുടെ ബംഗാളികളല്ല. ബംഗ്ലാദേശികളുടെ ഒരു ക്യാരക്ടർ ഗൾഫിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും അറിയാം. അവർ ഭയങ്കര അഗ്രസീവാണ്. ഒരു ക്ഷമയും ഒരു ചെറിയ കലഹത്തിന് കത്തിയെടുത്ത് കുത്താനും വെട്ടാനും സഹോദരങ്ങളുമില്ല. അവർ തമ്മിൽ പോലും വലിയ കലാപം കടത്തുന്ന ഒരു രീതി, അഗ്രസീവാണ് അവർ. ആ ജനതയുടെ തന്നെ ബ്ലഡിൽ അതുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാരണം ഈ കലാപത്തിന് പോകുന്ന മഹാഭൂരിപക്ഷവും താരതമ്യേന ദരിദ്രന്മാരാണ്, നഷ്ടപ്പെടാനൊന്നുമില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ മാഷ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ നിയമങ്ങളെ പാലിക്കും അല്ലെങ്കിൽ അനുസരിക്കാൻ ബാധ്യത. അപ്പോൾ നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അവർ നിയമത്തെ എങ്ങനെ ഫോളോ ചെയ്യുന്നു അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ ബംഗ്ലാദേശിൽ പറയുമ്പോൾ അവിടെ നിയമത്തിന് അത്രയും ഒരു കർശനമില്ല. അപ്പോൾ അവിടുത്തെ മുതിർന്ന ആളുകൾ നിയമത്തെ ലംഘിക്കുന്നു, അവാമി ലീഗ് പ്രവർത്തകർ അനുസരിക്കുന്നില്ല. അപ്പോൾ യുവതലമുറ അങ്ങനെ തന്നെ ഇല്ല. അതുകൊണ്ടായിരിക്കാം മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും ഇവർ ഈ അനുസരണക്കേട് കാണിക്കുക. അങ്ങനെ അതായിരിക്കണം. അത് അവർ കണ്ട് വളർന്ന മാതൃക ഒരു ഘടകമായിട്ടുണ്ടാവും. പിന്നെ രണ്ട് കാര്യങ്ങൾ, ഇവരുടെ ഈ അരാജകാവസ്ഥ, അരക്ഷിതാവസ്ഥ, ദാരിദ്ര്യം. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ വിഭജനത്തിൻ്റെ ദുരന്തം അനുഭവിച്ചത് നമ്മൾ മാത്രമല്ലല്ലോ. നമ്മളെക്കാളും അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതലും അനുഭവിച്ചതാണ് അവർ, ബംഗ്ലാദേശുകാർ, ഈ ഇന്നത്തെ ബംഗ്ലാദേശുകാർ അന്ന്. കാരണം കിഴക്കൻ പാകിസ്ഥാൻ നവഖാലി അവിടെയാണേ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആ കലാപം കണ്ട് വളർന്നവരാണ്. മാത്രമല്ല ഈ ബംഗ്ലാദേശിൽ ബാക്കിയായത് ഈ പഴയ ബംഗാൾ എടുത്തു കഴിയുമ്പോൾ, അവിഭക്ത ബംഗാൾ എടുക്കുമ്പോൾ സമ്പന്നന്മാരും വിദ്യാസമ്പന്നരും ഒക്കെ ഇപ്പുറത്താണ് വന്നത്. പശ്ചിമ ബംഗാളിലാണ്, ഇന്ത്യൻ ബംഗാളിലാണ്. ദരിദ്രന്മാരൊക്കെ അപ്പുറത്തുമാണ്. അപ്പോൾ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ അഗ്രസീവായി പെരുമാറുന്നതിൻ്റെ ഒരു പ്രശ്നം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ദാരിദ്ര്യവും ഈ വിദ്യാഭ്യാസമില്ലായ്മയും തൊഴിലില്ലായ്മ അടിസ്ഥാന പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴാണല്ലോ മനുഷ്യൻ നിലവിട്ട് പെരുമാറുക. ആ സ്വഭാവം ബംഗ്ലാദേശികളിൽ പൊതുവേ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിദർശനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപം. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. വാർത്താമാധ്യമങ്ങൾ വേണ്ടത്ര എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിന് ശ്രദ്ധ കൊടുക്കാത്തത് എനിക്കറിയില്ല. നമ്മളെ കൂടി കൃത്യമായിട്ട് ബാധിക്കും, യാതൊരു തർക്കവുമില്ല. അഭയാർത്ഥികൾ വരാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. മമത നേരത്തെ പറഞ്ഞിരുന്നു വരികയാണെങ്കിൽ സ്വീകരിക്കാം, ഞങ്ങൾക്ക് എല്ലാ സൗകര്യം പറയുകയും ചെയ്യും. പക്ഷേ അത് ഒരു പരിധി വിട്ടൊരു രാജ്യത്തെ ജനങ്ങൾ വന്ന് നോക്കണം. അപ്പോൾ അത്ര എളുപ്പമൊന്നും ആവില്ല. മാത്രമല്ല ആ രാജ്യം തന്നെ പറയുന്നുണ്ട്, ഒരു രാജ്യത്തെ ജനങ്ങളെ സ്വീകരിക്കാൻ ഒരു സംസ്ഥാനം ഓഫർ വെക്കുന്നത് നല്ലതല്ല. ഒട്ടും നല്ലതല്ല. അതായത് മമതാ രീതിക്ക് അത് പറയാനും പാടില്ല. മമതയല്ലല്ലോ അത് പറയേണ്ടത്. മമതയുടെ അയൽവക്കത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാജ്യം വേറെ ഒന്നല്ലേ, വേറൊരു രാജ്യമല്ലേ. കേന്ദ്ര വിദേശകാര്യ വകുപ്പല്ലേ അത് പറയേണ്ടത്. അപ്പോൾ അമാതിരി വൈകാരികമായ വർത്തമാനങ്ങൾക്കൊന്നും ഫലമില്ലാത്തൊരു സമയമാണ്. ഇന്ത്യക്കാരെ ബാധിക്കും, ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ബംഗ്ലാദേശികളെ ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് ഇവർ. നമ്മളിപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും നമ്മുടെ അയൽ രാജ്യമാണെങ്കിൽ പോലും അതിൽ അടുപ്പമുള്ള രാജ്യം, സാഹോദര്യം എന്നും പുലർത്തുന്ന രാജ്യം, ഇന്ത്യയോട് ഒരിക്കൽ പോലും ശത്രുത പുലർത്തിയിട്ടില്ലാത്ത, ഇന്ത്യ തിരിച്ച് വലിയ സൗഹാർദ്ദം പുലർത്തിയിട്ടുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് അവരുടെ വേദന, അവിടുത്തെ കലാപം, അവിടുത്തെ അരക്ഷിതാവസ്ഥ, അവിടുത്തെ അക്രമം, അവിടുത്തെ കർഫ്യൂ നമ്മുടെ കൂടി ഒരു വേദനയാണത്. ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെ കാണുന്നു നോക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ചകൾ നമുക്ക് ഇനിയും ചെയ്യാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.